ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു സിംപിൾ സ്റ്റോറീസ്. അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരും വർത്താനം, എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളതെന്ന് പറഞ്ഞാൽ സ്കൂൾ തുറന്ന അന്നത്തെ ആ ദിവസത്തെ നമ്മുടെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എൻ്റെ വരെ ഒന്ന് കാണാൻ ശ്രമിക്കണേ. പുതിയ വീഡിയോസൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെ ചാനൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കൂടെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോ ഒന്ന് കണ്ടാലോ. ഇന്ന് ജൂൺ 2 ഇന്നാണല്ലോ നമ്മുടെ മക്കളെ സ്കൂൾ തുറക്കുന്ന ദിവസം. രാവിലെ തന്നെ മോളെ മദ്രസയിൽ പറഞ്ഞയക്കാനുള്ള തിടുക്കത്തിലാണ് കേട്ടോ. ഇനി സാധാരണ പോലെയല്ല, ഉമ്മമാർക്കൊക്കെ ഉത്തരവാദിത്തം ഒന്നും കൂടെ കൂടി. മദ്രസയും സ്കൂളും ആവുമ്പോൾ കുട്ടികൾക്കും ഒരു ചടപ്പാണ്. എന്നിരുന്നാലും നമ്മൾ മാറ്റിയൊരുക്കി കഴിഞ്ഞാൽ അവരും പോകാൻ തയ്യാറാണ് കേട്ടോ. ഇന്ന് ഓളിക്സും പഴം നെയ്യിലിട്ടതുമാണ് ഞാനും മോളും കൂടെ ഇരുന്ന് കഴിച്ചു. സാധാരണ എളുപ്പപ്പണിക്ക് പഴം പുഴുങ്ങാറാണ് കേട്ടോ. ഇന്നിപ്പോൾ അവർക്ക് ഇപ്പോൾ എന്തോ ഇങ്ങനൊരു തോന്നൽ, ഇങ്ങനെയൊരു താല്പര്യം. അപ്പോൾ എന്നാൽ അങ്ങനെ തന്നെ ആയിക്കോട്ടെ എന്ന് ഞാനും വിചാരിച്ചു. മോളങ്ങനെ മദ്രസയിൽ പോകാൻ റെഡിയായി. ഇപ്പോൾ ഞാനും കൊണ്ടാക്കാറില്ല, മോനാണ് കേട്ടോ മുറിച്ച് കടത്തി കൊടുക്കാറുള്ളത്. അടുത്തുള്ളൊരു കുട്ടിയും കൂടെ ഉണ്ട്. അപ്പോൾ റോഡ് മുറിച്ച് കടത്തി കൊടുത്താൽ രണ്ടാളും കൂടെ അങ്ങനെ പോവലാണ് കേട്ടോ. അപ്പോൾ അവൾ പോയപ്പോൾ വീണ്ടും ഞാൻ കിച്ചണിലേക്ക് ഇറങ്ങി. ഇന്ന് ഉപ്പുമാവാണ് കേട്ടോ. വൈകുന്നേരത്തിന് വാങ്ങിച്ചതാണ്. വൈകുന്നേരം റവ ഉണ്ടാക്കൂല, ഉപ്പുമാവോ അല്ലെങ്കിൽ റവ ഐറ്റംസ് അങ്ങനെ ഒന്നും അങ്ങനെ ഉണ്ടാക്കാറില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു കൂത്തൻ്റെ ശല്യം ഇങ്ങനെ വന്ന പോലെ തോന്നി. അപ്പത്തിന് ഞാൻ എടുത്തിട്ട് വറുത്ത് വെക്കാമെന്ന് വിചാരിച്ചു. കൂട്ടത്തിൽ ഉപ്പുമാവിനും കുറച്ച് റവ എടുക്കാമെന്ന് കരുതി. അപ്പോൾ വറുത്ത് വെക്കാൻ പറ്റുന്ന ഏത് സാധനം നമ്മൾ വറുത്ത് വെക്കുകയാണെങ്കിൽ വലിയ തോതിലൊന്നും ഈ ഒരു കൂത്തൻ്റെ ശല്യം ഉണ്ടാവില്ല കേട്ടോ. ഇവിടത്തിന് കൂത്തന് എന്നാണ് കേട്ടോ പറഞ്ഞു കേട്ടിട്ടുള്ളത്. എല്ലായിടത്തും അങ്ങനെ തന്നെ അല്ലേ. അങ്ങനെ ഞാൻ ഉപ്പുമാവ് ഉണ്ടാക്കാനുള്ള പച്ചക്കറി കഷ്ണങ്ങളൊക്കെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ അതിനുശേഷം ഉപ്പുമാവ് ഉണ്ടാക്കാനായിട്ട് പച്ചക്കറി കഷ്ണങ്ങളൊക്കെ വഴറ്റി എടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിത് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ. ഇതിപ്പോൾ ആർക്കും ഉണ്ടാക്കാൻ അറിയാവുന്നതല്ലേ ഉള്ളൂ. പിന്നെ ഞാൻ എടുത്തതിൻ്റെ ബാക്കി റവ തണുത്തതിന് ശേഷം അതിൻ്റെ കുപ്പിയിലേക്ക് തന്നെ മാറ്റി വെച്ചു. പിന്നെ ബാക്കിയുള്ള ജോലികളൊക്കെ ഇതിനിടയിൽ ഇങ്ങനെ തീർത്ത് വെക്കുന്നുണ്ട്. പിന്നെ മോളെത്തിയിട്ടുണ്ട് മദ്രസയിൽ നിന്ന്. അങ്ങനെ അവൾ മാറ്റി പോകാനുള്ള ഒരുക്കത്തിലാണ് കേട്ടോ. ചായയുടെയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ. അപ്പോൾ ഇതൊന്നും ഞാൻ വീഡിയോസായിട്ട് എടുത്തിട്ടില്ല. പിന്നെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അങ്ങനെ ഞങ്ങൾ ഇറങ്ങി. ഇന്ന് തുറക്കുന്ന ദിവസമായതുകൊണ്ടാണ് ഞാനും കൂടെ പോകുന്നുണ്ട്. അയൽവാസിയും കൂടി ഉണ്ടായിരുന്നു. അങ്ങനെ സ്കൂളിലെത്തിയിട്ടുണ്ട്. സാധാരണ എവിടെ പോയാലും വീഡിയോ എടുക്കാൻ മടിയുള്ള എനിക്ക് ഇവിടെ നിന്ന് അങ്ങനെ തോന്നിയിട്ടില്ല കേട്ടോ. കാരണം ചിലരൊക്കെ വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇതാണ് മോളെ സ്കൂള്, GLP സ്കൂൾ പറങ്ങി മൂച്ചിക്കൽ. ഇവിടെ ഇതിന് തൊട്ട് ഇപ്പുറത്തേക്കുള്ളതായി ഈ ഒരു ഭാഗത്താണ്. അപ്പുറത്തേക്ക് ഇതിനുള്ളിലേക്കായിട്ടാണ് മക്കൾക്ക് ഭക്ഷണം ഉണ്ടാക്കുന്ന സ്ഥലം. ഇതിവിടെ മക്കൾ കളിക്കുന്ന സ്ഥലമാണ് കേട്ടോ, വർണ്ണക്കൂടാരെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ മോളെ ക്ലാസ് റൂം മുകളിലാണെന്ന് പറഞ്ഞപ്പോൾ ഞാനും മോളും കൂടെ അങ്ങോട്ടേക്ക് പോവുകയാണ്. അങ്ങനെ അവിടെ എത്തിയതിനു ശേഷം ഞാൻ അവളെ ഒക്കെ ഇരുത്തി. എന്നിട്ട് പോരാൻ സമയത്ത് ഒരു ചിരിയോടുകൂടി അവളെ മൈൻഡ് അങ്ങോട്ട് മാറിയിട്ടാണ്. ഞാൻ വീഡിയോ എടുക്കണോണ്ടാണോന്ന് അറിയില്ല, അതൊന്നും പൂർവ്വത്തിന് സങ്കടമാണോന്ന് അറിയില്ല. എന്തായാലും ഞാൻ ആ മൈൻഡൊക്കെ ഒന്ന് റെഡിയാക്കി എടുത്തിട്ട് ഞാൻ സ്കൂളിൽ നിന്നും തിരിച്ചു. അപ്പോൾ നല്ല സ്കൂളാണ് കേട്ടോ. പഠിക്കാവുന്ന കുട്ടികൾക്ക് പഠിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല സ്കൂളാണ്. എന്തിൻ്റെ കാര്യം വെച്ചിട്ട് നോക്കിയാലും എല്ലാം കൊണ്ടും നല്ലൊരു സ്കൂളാണ്. അങ്ങനെ ഞാൻ മോളെയൊക്കെ ക്ലാസ്സിലാക്കിയിട്ട് തിരിച്ചു വന്നപ്പോൾ എടുത്ത വീഡിയോസാണ് കേട്ടോ ഇതൊക്കെ. ഞാൻ അങ്ങനെ സ്കൂളിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി. ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കല്ലേ. അടുത്ത നല്ലൊരു ഉഷാർ കൂടിയിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. അസ്സലാമു അലൈക്കും.